അങ്ങനെ 6 മാസം കഴിഞ്ഞിട്ട് അവൾ അറിയുന്നുണ്ട് അവളൊരു ഉമ്മ ആവാൻ പോവാണെന്നുള്ളത്. അവള് ഇതിന് മുമ്പൊരു കാര്യം ഉണ്ടായിട്ടോ. കാരണം 5-6 മാസമായിട്ടും അവർക്ക് കുട്ടികളൊന്നുമില്ല. കുട്ടികളെ അവള് അങ്ങനത്തെ ഇതൊന്നും കാണില്ല. അപ്പൊ സ്വന്തം വീട്ടുകാർക്ക് ആദ്യം തുടങ്ങി, പ്രത്യേകിച്ച് അവളെ ഉമ്മാക്കും ഒക്കെ ആദ്യം തുടങ്ങി. അപ്പൊ അമ്മ അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം, എന്താണ് അങ്ങനെ ഒന്നും ഇല്ലാത്തത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഫാമിലീസ് ഫുള്ള് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവള് പറഞ്ഞിട്ട് അവിടെ ഇവിടെ എത്തിക്കാതെ അവള് പറഞ്ഞിട്ട് അത് ഇതാക്കുന്നുണ്ട്, സോൾവ് ആക്കി കണ്ടുവിടുന്നുണ്ട്. പിന്നെ ഉമ്മാൻ്റെ ഇത് ഇങ്ങനെ കൂടി. അങ്ങനെ ഉമ്മ ക്ലാസ്സിൽ വന്നിട്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഫാമിലി ടീച്ചേഴ്സിനോട് പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സായിട്ട് ഭയങ്കര കൂട്ടാണ് ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു, നിന്റെ ഉമ്മക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഈ എല്ലാം സാധിച്ചു കൊടുക്കേണ്ടത്. ഇവർ കുഞ്ഞ് ഒക്കെ ഉണ്ടായാൽ നിങ്ങളെ പ്രശ്നം, നിന്റെ ഈ മുഖത്തുള്ള ഈ വാട്ടൊക്കെ മാറും, നീ ഭയങ്കര ഹാപ്പി ആവും. അവള് ഞാൻ പറഞ്ഞില്ല കേട്ടാ, എനിക്ക് ഹാപ്പി ഒന്നും ഞാൻ പറഞ്ഞു ഒരു ഞാനല്ല അവൾ. ഓക്കെ. അപ്പൊ അവൾ ഒന്നും പറഞ്ഞില്ല കേട്ടാ. ഈ ഒരു കാര്യം അങ്ങനത്തെ ഒരു കാര്യം അവള് മിണ്ടിയതേ ഇല്ല. അപ്പൊ പിന്നെ കുറെ കഴിഞ്ഞിട്ട് പഠിച്ചു വിചാരിച്ചിട്ട് അവൾക്ക് ഈ ഒറ്റപ്പെടലും വേദനയൊക്കെ ഉണ്ട് അവിടെ, അവഗണന. അവളെ കൂടെ ഒരു ഫോട്ടോ പോലും എടുത്തില്ല. അപ്പൊ എന്താ പറഞ്ഞ അറിയോ, അപ്പൊ ഇത് കഴിഞ്ഞു. ഓക്കെ, ഫോട്ടോ പോലും എടുക്കണം. അപ്പൊ അവളിങ്ങനെ ചോദിച്ചു എന്താ കാരണം എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ഒരു മറുപടി ഇല്ല, ഒരു റിപ്ലൈ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ ഉമ്മ അവളെ നന്നായിട്ട് പണിയെടുപ്പിച്ചു. എന്ന് വെച്ചാൽ എടുക്കാൻ പാടില്ലാത്തവർക്ക് ഉമ്മ എടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അത് കഴിഞ്ഞ അപ്പൊ സ്കൂളിൽ പോവാണ്. എക്സാമിന്റെ മുമ്പാണ് അവൾ പ്രഗ്നന്റ് ആയത്. അപ്പോൾ 2 മാസമൊക്കെ ആയപ്പോഴാണ്, 3 മാസമൊക്കെ ആയപ്പോഴാണ് അവൾക്ക് എക്സാം ഉണ്ടാവുന്നത്. അപ്പൊ ഇതെന്തായി അറിയാം, ഈ ഇത് പട്ടിണി കടന്നുള്ള പോക്കുണ്ടല്ലോ, സ്കൂൾക്ക് പോകുന്ന തിരിച്ചു വരുമ്പോ ചോറ് കഴിച്ചാൻ പറ്റൂല. ആള് ഉച്ചക്ക് വന്നിട്ട് ചോറ് കഴിച്ചോല്ലോ, 3 മണിക്ക് വന്നിട്ട് ആള് ചോറ് കഴിച്ചുമ്പോ ഒപ്പം ഇരുന്നാണ് ചോറ് കഴിക്കാൻ പറ്റൂല. അപ്പൊ ഉമ്മ പറയും, ചോറ് കൊണ്ടുപോവുകയും ചെയ്യും, വന്നിട്ടും തിന്നുകയും ചെയ്യും, എന്നിട്ടും മെച്ചപ്പാടുണ്ടാക്കും. 2 നേരമാണ് തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. അപ്പൊ അവൾ അതും നിർത്തി. പക്ഷെ അവൾ കഴിക്കൂട്ടോ, വിശപ്പല്ലേ വലുത്, അപ്പോൾ കഴിക്കും. അവൾക്ക് 2 മാസമായിട്ടുണ്ട്. ആ സമയത്ത് ഒരു ദിവസം സ്കൂൾക്ക് പോകാൻ നേരത്താണ് ആളിങ്ങനെ ഗുളിക കുടിക്കുന്ന കാര്യം അവൾ കണ്ടത്. ഓക്കെ, അവൾ കണ്ടു ഗുളിക കുടിക്കുന്ന കാര്യം. അത് ഉമ്മല്ല കൊടുക്കണം, മൂത്തിച്ച് കൊടുക്കുന്നതാണ് അവൾ കണ്ടത്. ഗുളിക കുടിച്ചിട്ടുണ്ടെന്ന് അവൾ ചോദിച്ചു ഉമ്മാനോടല്ല മൂത്തിച്ചിനോട് ചോദിച്ചു. അപ്പൊ മൂത്തിച്ചി പറഞ്ഞു, ഒന്നുമില്ല, ഗുളിക നല്ല കുടിച്ചിരുന്നത്, അവനക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. തലവേദനക്കുള്ള ഗുളികയാണെന്ന് പറഞ്ഞു, അല്ലാതെ വേറെ. അപ്പൊ അവള് ചോദിച്ചു, അപ്പൊ ഇന്നെ കാണിച്ചാണ്ട് കൊടുത്തൂടെ? അപ്പൊ ഞാൻ ആളെ ഭാര്യയല്ലേ, പിന്നെ കാണിച്ചാണ് കൊടുത്താലെന്താ, ഞാൻ കൊടുത്താലെന്താ എന്നൊക്കെ ഭയങ്കര നിഷ്കളങ്കായിട്ട് അവള് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അപ്പൊ അവർക്കൊന്നും മിണ്ടാട്ടില്ല. ഓക്കെ. അപ്പൊ അവൾക്ക് ഇത് വിടാൻ പറ്റൂലല്ലോ, ഇതെന്തോ ഒരു സീക്രട്ട് ഉണ്ട് അല്ലെ, സീക്രട്ട് ഉണ്ടെങ്കിൽ അവരുടെ മുഖത്തുനിന്ന് മനസ്സിലാവും സീക്രട്ട് ഉണ്ട്. അപ്പൊ അവള് രാത്രി ചോദിച്ചു, എന്തിനാ ഞങ്ങൾ മരുന്ന് കുടിച്ചെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഇങ്ങനെ തലവേദന ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് നീ ആരോടും പറയാനൊന്നും നിൽക്കണ്ട, എനിക്കിങ്ങനെ തലവേദന ഉണ്ട്, അതിനാണ് ഞാൻ മരുന്ന് കുടിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അങ്ങനെ അവളത് ആരോട് പറഞ്ഞൊന്നുമില്ല കേട്ടോ. അവളെ വീട്ടുകാരോടും പറഞ്ഞില്ല, ആരോടും അവളത് പറഞ്ഞു ഷെയർ ചെയ്തില്ല. 3 മാസമായപ്പോ എന്തോ ചാവി എന്തോ കാണാതായി, വണ്ടിന്റെ ചാവി എന്തോ കാണാതായപ്പോ അത് ഭയങ്കര ടെൻഷനായിട്ട് തലച്ചൊറിയണോ അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ കണ്ടപ്പോ അപ്പൊ ഇവിടെ വാ എന്നിട്ട് ഉമ്മ മരുന്ന് കൊടുക്കുന്നുണ്ട്, ഈ ഗുളിക കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നം അതല്ല, തലവേദന അല്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. തലവേദന അല്ല, വേറെ എന്തോ ഉണ്ട് എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. അന്ന് രാത്രി അവൾ കാര്യം ചോദിച്ചു, എന്തിനാ ഞങ്ങൾ ഗുളിക കുടിച്ചെന്ന് ചോദിച്ചു. കാര്യമായിട്ടാണ് ചോദിച്ചു, ഭയങ്കര അങ്ങനെ തന്നെ ചോദിച്ചത്, എന്തിനാ ഗുളിക കുടിച്ചത്, എന്നിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ കാട്ടിയത് ചോദിച്ചപ്പോ അപ്പൊ ആള് പറഞ്ഞു, ആൾ പ്രഗ്നന്റ് ആണ്, 2 മാസം പ്രഗ്നന്റ് ആണ്, 3 മാസം ആവാനായിട്ടുണ്ട്. ആ സമയത്ത് പറഞ്ഞു, എന്താ ഇങ്ങനെ തലവേദന, എനിക്ക് ടെൻഷൻ വന്നാല് തലവേദന ഉണ്ടാവും, അപ്പൊ അതിനാണ് ഗുളിക കുടിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ ഈ കാര്യം കല്യാണത്തിന് മുമ്പ് പറയാൻ, അപ്പൊ ഉമ്മ പറയണ്ട പറഞ്ഞിട്ടാണ്. അപ്പൊ എന്റെ ഉമ്മ പറയാന് ഇത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയണ്ടല്ലേ, അപ്പൊ അത് പറയണ്ടേ ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് ടെൻഷൻ വന്നതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമില്ല, ഈ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാനിത് ഉമ്മ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഉമ്മ അങ്ങനെ ഉമ്മ പറഞ്ഞു, തലവേദന ഇല്ലടി, വേറെ കുഴപ്പമില്ലല്ലോ, സാരമില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞു. പിന്നെ ഞാൻ പിന്നെ എനിക്ക് ഡൗട്ട് ഇങ്ങനെ കൂടി വന്നിട്ട് എന്നോട്, ഞാൻ അവിടെ എത്തി 3-ാമത്തെ ദിവസം അവർ പറഞ്ഞു, പൊയ്ക്കോ പെരീന്ന് പോയിക്കോ ഞാൻ പൊയ്ക്കോ, എന്റെ പെരിക്ക് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോവാണ്ട്. അപ്പൊ ഞാൻ വന്നാലെന്താ, ഞാൻ ചോദിച്ചു, ഞാൻ വന്നാലെന്തമ്മ? അപ്പൊ പറഞ്ഞു, ഇജ്ജ് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഞങ്ങൾക്ക് പോകാനുള്ളതാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഗുളിക വാങ്ങാൻ പോവാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലാവണില്ല അവൾക്ക് എന്താ അസുഖം എന്നുള്ളത്, അപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല.
ഇങ്ങനെ രാത്രി ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഈ കാര്യം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്താ ടെൻഷൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ആൾ പറഞ്ഞു കഥ പറഞ്ഞു തരാം കേട്ടോ. കഥ പറഞ്ഞത് ആൾക്ക് 7 വർഷം മുമ്പ് ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിസ വന്നപ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പം അതിൽ ടെൻഷൻ വന്നപ്പോൾ വയ്യാണ്ടായി എന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നം അപ്പം പറഞ്ഞില്ല. ടെൻഷൻ വന്നപ്പോൾ ഇങ്ങനെ വയ്യാണ്ടായി. അപ്പോൾ ഡോക്ടറെ ഇങ്ങനെ പോയപ്പോൾ മരുന്ന് കുടിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ പറയേണ്ടതല്ലേ, ഇങ്ങനെ മരുന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയേണ്ടതല്ലേ, നിങ്ങൾ എന്തിനാണെന്നൊന്നും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ പിന്നെ അങ്ങനെ പറയാൻ തുടങ്ങിട്ടോ. പിന്നെ എനിക്കതൊക്കെ മാറിയിരുന്നു. അപ്പോൾ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞാനൊരു പെൺകുട്ടീനെ സ്നേഹിച്ചു. സ്നേഹിച്ചപ്പോൾ അവളെ നിക്കാഹ് കഴിഞ്ഞു. ഞാൻ അവിടെ പോയി കാണിച്ച് ചോദിച്ചിട്ടും അവളെ കെട്ടിച്ച് തന്നില്ല. നിക്കാഹ് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാണ്ടായി, ടെൻഷൻ വന്നു, വയ്യാണ്ടായി. ഞാൻ അവിടെ കടന്നു. അവളെ വീട്ടുകാരെന്നെ സിഹറൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു, കൂടോത്രമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തീരെ വയ്യാണ്ടായി. അപ്പം ഞാൻ ചോദിച്ചു ഇതൊക്കെ നിങ്ങൾ എന്താ കല്യാണത്തിന് മുമ്പ് പറയാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പിന്നെ എന്തിനാ നിങ്ങൾ ഈ കല്യാണത്തിന് നിന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞാലോ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചാൽ ഇത് മാറുമല്ലോ. കല്യാണം കഴിച്ചാൽ അപ്പോൾ മാസത്തിൽ ആഴ്ചയിൽ 6,000 രൂപ കൊടുത്താണ് മരുന്ന് കൊണ്ടുവരുന്നല്ലോ, മരുന്ന് കുടിച്ചെന്നേല ഇത് മാറണമെങ്കിൽ. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ ഐഡിയ ആണല്ലോ ഒരു കല്യാണം കഴിച്ചാൽ, പെൺകുട്ടീനെ കല്യാണം കഴിച്ചാൽ ഇത് മാറും. അപ്പം മരുന്ന് വേണ്ട, അസുഖം മാറും എന്നുള്ളത് ഒരു മരുന്നായിട്ട് എൻ്റെ മുഖത്ത് നോക്കി അവളെ മുഖത്ത് നോക്കിയാണ്ട് പറഞ്ഞു ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കെട്ടിയത് എന്ന് പറഞ്ഞു. അവളെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞു ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കെട്ടിയത് എന്ന് പറഞ്ഞു. ഇമ്മ പറഞ്ഞു അസുഖം മാറണമെങ്കിൽ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് എന്നെ കെട്ടിയത്. പിന്നെ അമ്മക്ക് അടുക്കളയിൽ പണിയിട്ട് കൊടുക്കാനാണ് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞു. അടുക്കളയിൽ പണിയിട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് എന്നെ കെട്ടിയത് എന്ന് പറഞ്ഞു. ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കെട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര എന്താ പറയാ മരുന്നായിട്ടോ. 18 വയസ്സുള്ള ഇവർക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഷോക്കാണ്. അപ്പോൾ വീട്ടുകാരോട് എന്ത് പറയാ? വീട്ടുകാരോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യാ? ആകെ ഷോക്കായി. ഇത് അവൾക്ക് ആരോടെങ്കിലും പറയണ്ടേ? അവളെ അവസ്ഥ ആരോടെങ്കിലും പറയണ്ടേ ഇങ്ങനെയാണ് എന്നുള്ളത്? അവൾ പറയണ്ടേ? അവളെ വയറ്റിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞാവ ഉണ്ട്, ഒരു ചെറിയ ബേബി വളരുന്നുണ്ട്. അപ്പോഴാണ് ഇവളിതൊക്കെ അറിയുന്നത്. അതിന്റെ മുമ്പാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അവള് അങ്ങനെ ഉണ്ട്, ബേബി വളരുന്നുണ്ട്. അപ്പൊ അവള് സ്കൂളിൽ പോവല്ലേ, എക്സാം ആയിട്ടില്ല, എക്സാമിന്റെ മുമ്പാണ് തോന്നുന്നു അവളത് അറിഞ്ഞത്. അപ്പൊ അപ്പോഴും ഈ ടോർച്ചറിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഉമ്മ പറയുന്നുണ്ട് പള്ളിയിൽ ഉണ്ടായെങ്കിലും ഓളെ പഠിപ്പ് നിർത്തുമെന്ന് വിചാരിച്ചു, അപ്പൊ അത് നടക്കണില്ല എന്ന് ഉമ്മ പറഞ്ഞു. അത് ഒഴിവാക്കുന്ന ഓള് വിചാരിച്ചു, പക്ഷെ അത് നടക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയാ, അവൾ എന്നിട്ട് ക്ലാസ്സിൽ ചെന്നിട്ട് ഭയങ്കര വിഷമിച്ച് അവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായി പറഞ്ഞു. ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അവരൊരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ അതേപോലെ മറ്റേ ഒരു കാര്യം പറഞ്ഞു, ഫോട്ടോ എടുക്കാത്ത കാര്യമില്ലേ. അപ്പോൾ പറഞ്ഞു ഓളെ കൂടെ നിന്ന് സ്നേഹിച്ച പെണ്ണിന്റെ കൂടെ നിന്ന് മാത്രമേ ഫോട്ടോ എടുക്കുള്ളൂ, ഓള് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ, എൻ്റെ മനസ്സിലില്ല എന്ന് ഓളെ മുഖത്തോടി പറഞ്ഞു. മനസ്സിലില്ല എന്ന് പറഞ്ഞു. സ്നേഹിച്ച പെണ്ണിന്റെ കൂടെ മാത്രമേ ഫോട്ടോ എടുക്കുള്ളൂ, ഇതിൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു. അവളെ കൂടെ ഫോട്ടോ ഒന്നും എടുത്തില്ല, അവളെ കൂടെ ഒന്നും നിന്നില്ല. ഫുൾ അവഗണനായിരുന്നു. അവഗണന എന്ന് വെച്ചാൽ അവളെങ്ങോട്ട് കൊണ്ടുപോയില്ല, അവൾക്ക് ഒരു ഇത് വാങ്ങിക്കൊടുത്തില്ല. 2 വട്ടമായിട്ട് അവൾക്ക് എന്തോ ഷവർമ്മ എന്തോ വാങ്ങിക്കൊടുത്തു. ഒരു ദിവസം അവൾക്ക് ഷവർമ്മ എന്തോ വാങ്ങിക്കൊടുത്തു, അത് മാത്രമേ ഉള്ളൂ. അവളെങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് കോട്ടക്കുന്ന് പോയിട്ട് അതിങ്ങനെ ചുറ്റിയിട്ട് പോന്നു. അങ്ങനെ ഒന്നും കുറച്ചു നേരം ഇരിക്കുക അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ അവൾ നിർബന്ധിച്ചപ്പോൾ അവളെ മുത്തപ്പൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് കബ വലം ചുറ്റുന്നത് ജസ്റ്റ് പോയിട്ട് അങ്ങനെ വന്നു. അവൾ നിർബന്ധിച്ചപ്പോൾ അപ്പൊ ഇത്ര പറഞ്ഞു. ഫുള്ള് അവളെ വീട്ടിൽ തന്നെയാണ് അവള്. ഇപ്പൊ അവൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു 3-ാം ദിവസം ടെൻഷൻ വരുന്നുണ്ടെന്ന് കാണുമ്പോൾ അവൾ ഇങ്ങോട്ട് തന്നെ പറഞ്ഞേക്കും. ഇങ്ങനെ അവൾ അവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു 2.5 മാസമൊക്കെ ആയിട്ടുള്ളൂ, എന്തായിട്ടില്ലല്ലോ, നമുക്കത് വേണ്ട, നോക്കുക, നിന്റെ ലൈഫ് നോക്കുക. കാരണം ഇത് മനസ്സിലായി, ഓൾറെഡി അവൾക്ക് മനസ്സിലായി അവൾക്കൊരു ജീവിതം ഇല്ല, സ്റ്റോപ്പാണ്, ഇനിയൊരു ജീവിതം അവൾക്ക് ഇല്ല, അത് ഇനി ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. ജീവിതം ഇനി ഉണ്ടാവില്ല, ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കണ്ട, ആരുമില്ല, ഇത്രയും കാലം അവൾ കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെയാണ് എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും അവൾ പറഞ്ഞ എന്താ പറയാ, പഠിച്ചവൻ അവൾക്കൊരു കുട്ടീനെ കൊടുത്തു, ഉള്ളിലൊരു ജീവനെ കൊടുത്തു. അത് പഠിച്ചവൻ അവൾക്ക് കൊടുത്തൊരു ഭാഗ്യമാവും അല്ലെ. കുറേ സങ്കടങ്ങൾ വിഷമിച്ച ഒരാൾക്ക് പഠിച്ചവൻ കൊടുക്കുന്ന ഒരു താങ്ങാവും ചിലപ്പോൾ ആ കുട്ടി.
നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആ കുട്ടി എന്താവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആ കുട്ടി ചിലപ്പോൾ അവൾക്കൊരു താങ്ങാവും. അപ്പൊ അവരോട് പറഞ്ഞു, ഇല്ലടാ ഞാൻ ഇത് കളയുന്നൊന്നുമില്ല, എനിക്ക് വേണം, ഞാൻ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട് എന്ന് അവള് പറഞ്ഞു. എന്ത് സംഭവിക്കോട്ടെ, ലൈഫിൽ എന്ത് സംഭവിച്ചോട്ടെ, എനിക്കറിയാം അത് ലൈഫ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ കുട്ടീനെ ഞാൻ വേണ്ട നോക്കൂല. എൻ്റെ ലൈഫ് അവളുടെ ലൈഫ് നോക്കിയിട്ട് അവൾ ഒരിക്കലും ആ കുട്ടീനെ ഒഴിവാക്കൂല എന്നുള്ളത് ഫ്രണ്ട്സിനോട് പറഞ്ഞു. അപ്പൊ അവരൊക്കെ അവളുടെ തീരുമാനം. കാരണം സ്കൂളിൽ ചെന്നിട്ട് അവളുടെ ഉമ്മ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഉമ്മ കരഞ്ഞതും ഒക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, അതും അവളെ മനസ്സിലുണ്ട്. അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവളാണെങ്കിൽ, അവൾക്ക് കുട്ടികളെന്ന് വെച്ചാൽ ജീവനാണ്. അപ്പൊ അവളാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞു ബേബിനെ കിട്ടാൻ വേണ്ടിയിട്ട്, അവളാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവൾ അതിൽ തന്നെ. പിന്നെ ആ കുട്ടിയാണ് പിന്നെ അനുഭവിക്കുന്നത്. ഓരോ മാസം കൂടുന്നതിനനുസരിച്ച് ഇവരിങ്ങനെ ടോർച്ചറിങ് നിർത്തുകയൊന്നുമില്ല. എക്സാമിന് അവൾ 4ാം നില കയറിയിട്ടെടുക്കും അവൾ എക്സാം എഴുതി പോയിട്ട് അവൾ എക്സാം എഴുതി പാസ്സായിട്ടുണ്ട്. അങ്ങനെ പാസ്സായപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അപ്പം അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, പള്ളിയിലുണ്ടായപ്പോഴും ഓള് നിർത്തുമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയില്ല, അപ്പോൾ ഓള് പാസ്സാവുകയും ചെയ്തു. അപ്പം കുറച്ചൊരു അഭിമാനം. എല്ലാവരും പറഞ്ഞു അവള് പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഉമ്മക്കാണെങ്കിൽ ഉമ്മ പറഞ്ഞു. പിന്നെ ക്ലാസ് കഴിഞ്ഞു. ഏകദേശം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ടോർച്ചറിങ് തുടങ്ങി. പിന്നെയുള്ള പ്രശ്നം എന്താ അറിയോ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇവര് പൈസ ഒന്നും എടുക്കും. ഇപ്പൊ കല്യാണം കഴിഞ്ഞത് തൊട്ട് ചിലവൊന്നും അവര് നോക്കണില്ല, ഒന്നും അവര് വാങ്ങി തരുന്നില്ല കേട്ടോ. അവര് ഒന്നും വാങ്ങി തരും, അത്രയൊക്കെ മതി. അപ്പൊ അമ്മ പറയും അത്രയൊക്കെ മതി, ഉള്ള ഇട്ടുകാണ്ട് പോയാൽ മതി. കല്യാണത്തിന് ചെരുപ്പിട്ട് കണ്ടൊക്കെ സ്കൂൾക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇട്ടുകാണ്ട് പോയാൽ മതി, അത്രയൊക്കെ മതി, അതിന്റെ പൈസ കളയണ്ട, ഇങ്ങനത്തെ ഒരു വർത്താനം ഉണ്ടായിട്ടത്. അപ്പൊ നമുക്ക് ആ ഒരു സപ്പോർട്ടിങ് ഇല്ല. അപ്പൊ നമ്മുടെ വീട്ടിലെന്താ, അവളെ കെട്ടിച്ചതല്ലേ, ഇനി പോൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, കെട്ടിയ മാങ്ങ കൊടുക്കൂലേ, ഈ ഒരു തന്നെ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ എന്റെ ഉമ്മാക്കും എല്ലാവർക്കും മനസ്സിലായിട്ട് തോന്നുന്നു. അപ്പൊ അവര് വാങ്ങിത്തരാൻ, അവരെ മോളല്ലേ, അപ്പൊ അവരിങ്ങനെ വാങ്ങിത്തരാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും അവര് കൊടുന്നേരാനും ഒക്കെ വാങ്ങിത്തരാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ഈസിയായി. എന്തിന്, തലയിൽ തേക്കണ എണ്ണ പോലും സ്വന്തം വീട്ടിൽ നിന്ന് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് തരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അവൾക്ക് എല്ലാം അവളുടെ വീട്ടിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്ത് കണ്ട്, അത്രയും ദിവസം ഡിപ്പെൻഡ് ചെയ്ത് കണ്ട് എങ്ങനെയാണോ അങ്ങനത്തെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ എല്ലാതും അങ്ങനെ തന്നെ, സോപ്പും ഒക്കെ അങ്ങനെ തന്നെ സ്വന്തം വീട്ടിൽ നിന്നാണ്. പിന്നെ അവള് ഒരു ദിവസം സ്കൂൾക്ക് പോയി, കല്യാണം കഴിഞ്ഞ പിറ്റേ സ്കൂൾക്ക് പോയി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അവളെ വല്യമാൻ്റെ അടുത്ത് കാണുമ്പോൾ പണയം വെച്ചു. ചോദിച്ചിട്ടില്ല, ആൾമാർ കുത്തിട്ട് വന്നിട്ട് ഉമ്മാന്റെ കയ്യിൽ ചാവിമ വാങ്ങിയത്. ഉമ്മ അത് പണയം വെച്ചിട്ട് കടം വീഴ്ക്കാനാണ് പറഞ്ഞിട്ട് അങ്ങനെ കടം വീർത്തു. പിന്നെ പ്രഗ്നന്റ് ആയപ്പോൾ ഹോസ്പിറ്റൽ ചെലവ് എടുത്തില്ല കേട്ടോ. അവരാരും എടുത്തില്ല ഹോസ്പിറ്റൽ ചെലവ്. ഫുള്ളും എന്ന് വെച്ചാൽ അവളെ വീട്ടുകാർ മാത്രം ഹോസ്പിറ്റൽ ചെലവൊക്കെ എടുത്തു. അവളുടെ വീട്ടുകാർ ഫുള്ള് ചെലവെടുക്കണം. ഹോസ്പിറ്റലിൽ പോകുന്നതും ഒക്കെ. ഒരാള് വരുന്നില്ല, ആള് വരിട്ട് ആളെ കൂട്ടും, പക്ഷെ ആളെ അടുത്തൊന്നും പൈസ ചെലവാക്കാനൊന്നും ഉമ്മ അയക്കൂല. ഇജൊന്നും ചെലവാക്കണ്ട, ഓല് ഇതാക്കിയോട്ടെ പറഞ്ഞിട്ട്. അങ്ങനെ അവള് കുറേ പിന്നെ അനുഭവിച്ചു. ഇത് സ്വന്തം വീട്ടുകാരെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇത് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവള് കുഞ്ഞു ബേബി വലുതാവാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇതെന്താ പറയുക, നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കാൻ പറ്റൂല, കുട്ടി ഇതുണ്ടാവും, തടി ഉണ്ടാവും, കുട്ടി വണ്ണം ഉണ്ടാവും, പള്ളിന്ന് പോരൂല എന്ന് പറഞ്ഞിട്ട് നല്ലതൊന്നും കഴിക്കാൻ നിൽക്കില്ല. എന്ന് വെച്ചാൽ പാല്, മുട്ട, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പഴം, ഇതൊന്നും കഴിക്കാൻ നിൽക്കില്ല, ഉമ്മ തരില്ല. അപ്പോഴും പറയും ഓന്റെ പൈസ കഴിയും. ഇതാണ് പറയുന്നത്, ഓന്റെ പൈസ കഴിയും, ഓൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല, ഓൻ്റെ പൈസ ഇട്ട് അങ്ങനെ ഇതാക്കണ്ട, ഇതാണ് പറയുന്നത്. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് വളർച്ച കുറവാണ്, അപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞു. അവളോട് ഡോക്ടർ പറഞ്ഞു പാല് കുടിക്കണം, എല്ലാ ദിവസവും പാല് കുടിക്കണം കേട്ടോ, ഒരു നേരമെങ്കിലും പാല് കുടിക്കണം, എന്നാലേ കുട്ടിക്കൊരു ഇത് എത്തുള്ളൂ, കുട്ടിക്ക് പ്രോട്ടീൻ ഇതൊക്കെ കിട്ടുള്ളൂ. അതേപോലെ എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കണം എന്നുള്ളത് ഡോക്ടർ അവളോട് പറഞ്ഞു. അപ്പോൾ ഓളമ്മയും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഓള് ഈ കാര്യം പറഞ്ഞു, പാല് വേണമെന്നുള്ളത് പറഞ്ഞു, നിർബന്ധിച്ചു പാല് വേണമെന്ന്. അപ്പൊ അവര് പാല് വാങ്ങാൻ പോയപ്പം അവിടുന്ന് ഒരു ദിവസമൊക്കെ പോയപ്പം അങ്ങനെ പറയുന്നുണ്ട്, പാല് കുടിച്ചേണ്ട ക്ലാസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചൂടാവുണ്ട്. ഇങ്ങനെ വർത്താനം ഒഴിഞ്ഞും തെളിഞ്ഞു നിന്നിട്ട് ഓളോട് ഇങ്ങനെ പറയുന്നുണ്ട്, പാല് കുടിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാവരും പാല് കുടിച്ചിട്ടൊന്നല്ല, പിന്നെ പണ്ട് പോലും കൊണ്ടുവരാത്തുള്ളൂ, എല്ലാവരും ഒപ്പം പണ്ട് പൈസ ഒന്നും കൊണ്ടുവരാത്തുള്ളൂ, എന്തിനെത്ര പാല് കുടിച്ചെന്ന് ഇതിങ്ങനെ പറയാൻ തുടങ്ങി. ലാസ്റ്റ് ഗതി കെട്ടിട്ട് ഓള് പാല് കുടി 3ാമത്തെ ദിവസം തന്നെ ഓള് നിർത്തി. ഇനിയില്ല, പാല് വേണ്ട. അവിടെ പോയി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കി. പാല് വാങ്ങണ സ്ഥലത്ത് ചെന്നിട്ടും ആ വീട്ടുകാരുടെ അടുത്ത് ചെന്നിട്ടും ഉമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അത് നിർത്തി, പാല് വാങ്ങല് നിർത്തി. നോമ്പ് വന്നപ്പോ അവൾക്ക് നല്ല ഫുഡ്, നമുക്ക് നോമ്പൊക്കെ അല്ലേ, അപ്പൊ പിന്നെ നല്ല ഫുഡ് വേണ്ടേ, അപ്പൊ പഴം കഴിക്കാനായിക്കൂല, കുട്ടി തടയുന്നു. അപ്പൊ പറയും ഓൻ തിന്നോട്ടെ, ഇജ്ജ് തിന്നണ്ട, ഓൻ പണിക്ക് പോവാനുള്ളതാണ്, എനിക്കിപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുട്ടി അല്ലെങ്കിലും തന്നെ തല വളരുന്നു. ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓൻ പണിക്ക് പോവാനുള്ളതാണ്,
എനിക്ക് അതിന്റെ ആവശ്യമില്ല, കുട്ടി തന്നെ തല വളരും, ഞങ്ങളൊക്കെ കുറെ തിന്നിട്ടൊന്നല്ല വളർന്നത്, ഇതും തിന്നിട്ടൊന്നല്ല ഞാനൊക്കെ പറ്റത്, എനിക്ക് 5 പറ്റത്, അങ്ങനത്തെ പറഞ്ഞോട്ടാ. അപ്പൊ അവള് ഭയങ്കര, പിന്നെയും അവള് ഭയങ്കര വിഷമത്തിലാണ്. ഇതൊക്കെ പറഞ്ഞല്ലോ എന്ത് ചെയ്യാ. അപ്പൊ അവള് തിന്നലും നിർത്തി. അങ്ങനെ മാസം ഓരോന്ന് പോയി. അവളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് ആഗസ്റ്റ് 15. അപ്പൊ ആഗസ്റ്റ് 15 അന്ന് അവളുടെ കല്യാണമാണ്. ആരുടെ കല്യാണം? സ്നേഹിച്ച പെണ്ണിന്റെ കല്യാണം. നിക്കാഹ് മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളേനും, സ്നേഹിച്ച പെണ്ണിന്റെ കല്യാണമാണ്. അപ്പൊ അവളെ വീട്ടിലാണ് അവള് 7ാം മാസത്തിൽ അവളെ കൂട്ടിക്കൊണ്ടിന് മുമ്പ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ. 7ാം മാസത്തിൽ മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായി. 7ാം മാസം ആയ സമയത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് വളർച്ച കുറവുണ്ട്, അപ്പോ ഫുഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് തിന്നാനയക്കണില്ല, ഒന്നും തിന്നാനയക്കണില്ല. അപ്പൊ എന്റെ വീട്ടുകാരത് അറിഞ്ഞു, എന്റെ ഉമ്മ അതറിഞ്ഞു. ഉമ്മ അറിഞ്ഞപ്പോ ഉപ്പ അറിഞ്ഞു, ഓട്ടോമാറ്റിക്കലി ഉപ്പ അറിയാലോ. അതറിഞ്ഞു. പറഞ്ഞിട്ട് പിന്നെ പ്രശ്നങ്ങളായി. അവർക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് അരിച്ചാക്കയാണെങ്കിൽ കൊടുന്നിട്ട് തരാന്നൊക്കെ പറഞ്ഞിട്ട് മകളെ പട്ടിണി കിട്ടരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി. അപ്പൊ അവർക്കൊരു വിരോധം എന്നോട് തോന്നിയിട്ടാണ്. അത് ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ പറഞ്ഞതാണ്. അപ്പൊ ആ ഇതിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എന്റെ കഥയില പറഞ്ഞ ആ പെൺകുട്ടീൻ്റെ കഥ. ഓക്കെ. അപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ സാധനങ്ങൾ വാങ്ങണ്ടേ, 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകില്ല. കുറേ സംഭവങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ നടന്നിട്ടുണ്ട്. അവളെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ടത് മാത്രം അവൾ പറയും. അപ്പൊ അവള് എന്താ ചെയ്താറ്, പിന്നെ 7ാം മാസം കഴിഞ്ഞ് 7ാം മാസം കൂട്ടിക്കൊണ്ടുവരില്ല. അപ്പൊ അതിന് സാധനങ്ങൾ എടുക്കണം. അപ്പൊ ലിസ്റ്റ് തയ്യാറാക്കണം, ഇന്ന സാധനങ്ങളൊക്കെ വേണമെന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കണം. അപ്പൊ പറഞ്ഞു ഇത് എത്ര സാധനമൊക്കെ വേണോ? അതിന് കുറെ പണ്ടും പൊന്നൊന്നും കൊടുത്തിട്ടില്ല. 20 പവനല്ലേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും 25-30 പവനൊക്കെ കൊടുത്തിട്ടുണ്ട്, പൈസയും കൊടുത്തിട്ടുണ്ട്. ഓള് പണ്ട് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ, ഓൾക്ക് ഇത്ര സാധനങ്ങളൊക്കെ വേണോ? ദേഷ്യം പെടാൻ തുടങ്ങി. ഇങ്ങനെ തന്നെ പറയാൻ തുടങ്ങി. അതിനൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അത്ര സാധനങ്ങളൊന്നും വേണ്ട. ഉമ്മ അങ്ങനെ ഉണ്ടാക്കി ലിസ്റ്റ് ഉമ്മ അങ്ങനെ വെട്ടിച്ചെടുക്കാൻ തുടങ്ങി. കുറേയൊക്കെ ഉമ്മ അങ്ങനെ ചുരുക്കാൻ തുടങ്ങി. അപ്പൊ ഞാനും പോരാ, നിങ്ങൾ ഒറ്റക്ക് പോകണ്ട, നിങ്ങൾക്ക് അറിയില്ല വാങ്ങേണ്ടത്. അപ്പൊ വാങ്ങേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചു. ഞാൻ പറയാം, കണക്റ്റിംഗ് ആണ് സ്ത്രീധനം എന്നുള്ള സംഭവം. അവളുടെ ജീവിതത്തിൽ ഓരോ ചടങ്ങ് വരുമ്പോഴും കണക്റ്റിംഗ് ആണ്. ഇപ്പൊ അവളുടെ എന്നല്ല, എല്ലാവരുടെ ലൈഫിൽ സെയിം സിറ്റുവേഷൻസ് തന്നെ. അങ്ങനെ സ്ത്രീധനം എന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ, അത് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവളുടെ ലൈഫിൽ എന്തൊക്കെ ചടങ്ങ് ഉണ്ടാവുന്നുണ്ടോ, കുട്ടിക്ക് എന്തൊക്കെ ചടങ്ങ് ഉണ്ടാവുന്നുണ്ടോ, ഇതൊക്കെ കണക്റ്റിംഗ് ആണ്. കൊക്കത്തിലും കുറവ് വരുത്തും.